തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എവർഗ്രീൻ സിനിമയാണ് രാജാവിന്റെ മകൻ. അദ്ദേഹത്തിനു പുറമെ രതീഷ്, സുരേഷ് ഗോപി, അംബിക എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമ 1986 ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. മോഹൻലാൽ എന്ന നടനെ സൂപ്പർ സ്റ്റാർ നായക പദവിയിലേക്ക് ഉയർത്തിയ സിനിമ കൂടിയായിരുന്നു ഇത്. വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രമായിരുന്നു മോഹൻലാൽ രാജാവിന്റെ മകനിൽ എത്തിയത്. മലയാളികൾക്ക് അന്നേ വരെ കണ്ടു പരിചയമില്ലാത്ത വില്ലൻ പരിവേഷമുള്ള നായക കഥാപാത്രമായിരുന്നു വിൻസെന്റ് ഗോമസ്. തമ്പി കണ്ണന്താനവും ഡെന്നീസ് ജോസഫും ഒരു വിഷമഘട്ടത്തിലുള്ളപ്പോൾ മോഹൻലാൽ സ്ക്രിപ്റ്റ് പോലും വായിക്കാതെ ചെയ്തു കൊടുത്ത സിനിമയാണ് രാജാവിന്റെ മകൻ എന്ന് പറയുകയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ. രാജാവിന്റെ മകൻ കഴിഞ്ഞ് തുടരെ വ്യത്യസ്ത സിനിമകളാണ് മോഹൻലാൽ ചെയ്തത് എന്നും ഇന്നത് സാധിക്കില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു. അത്തരത്തിലുള്ള സിനിമകൾ ഇന്ന് ചെയ്യണമെങ്കിൽ വൈവിധ്യമുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തമ്പി കണ്ണന്താനവും ഡെന്നീസ് ജോസഫും എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. ഒരു ഹോട്ടലിന്റെ ലോബിയിൽ അവരൊരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ വെറുതെ അതുവഴി നടന്നുപോയ ആളാണ് മോഹൻലാൽ. മോഹൻലാലിനോട് അവർ ഒരു പടം ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ എത്ര ദിവസം വേണമെന്ന് തിരിച്ചു ചോദിച്ചത്. 25 ദിവസം മതിയെന്ന് പറഞ്ഞപ്പോൾ 2 തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ആ സിനിമയാണ് രാജാവിന്റെ മകൻ. അത് ഒരിക്കലും അവർ സ്ക്രിപ്റ്റ് പോലും വായിച്ചൊന്നും ചെയ്ത ഒരു സംഗതിയല്ല. ആ കാലഘട്ടത്തിൽ അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്കായി ഉണ്ടായി. അങ്ങനെ പരുവപ്പെട്ട് വന്നവരാണ് അവർ. അത്ര നല്ല പടങ്ങളാണ് അവർ സൃഷ്ടിക്കുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ ഇന്ന് ചെയ്യണമെങ്കിൽ അത്രയും വൈവിധ്യമുള്ള സിനിമകൾ ഉണ്ടാകണം. ഓരോ വർഷവും അത്തരത്തിൽ ചെയ്യാൻ കഴിയണം. രാജാവിന്റെ മകൻ കഴിഞ്ഞ് തുടരെ വന്ന മോഹൻലാലിന്റെ സിനിമകൾ നോക്കൂ. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, 20ാം നൂറ്റാണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നീ വ്യത്യസ്തമാർന്ന സിനിമകളാണ് 1-2 വർഷത്തെ കാലയളവിനുള്ളിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഇനിയുണ്ടാകാനുള്ള സാധ്യത കുറവാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.